ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കൊരു തീയൽ വയ്ക്കാമേ. തീയൽ വയ്ക്കാൻ തേങ്ങ, ചെറിയുള്ളി, മസാല ഞാൻ കഴുകിയിട്ടതുകൊണ്ടാണ് ഈ കളർ. മസാല, പുളി, ഇത്രയും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കേ. ഞാൻ ആദ്യമേ എണ്ണ ഒഴിക്കില്ല, ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ എണ്ണ ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. അപ്പം ചൂടായി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഇത് വറുത്തെടുക്കാം. പുളിയും കൂടെ ഇട്ടാണ് വറുക്കുന്നത്. അങ്ങനെ നമുക്ക് ഉച്ചയൂണിന് തീയലാണ്. മീൻ വാങ്ങിയില്ല, എന്നും മീൻ വേണ്ടാന്ന് കരുതി നമുക്കൊന്ന് തീയൽ വയ്ക്കാം. അപ്പം തേങ്ങ ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടി. തേങ്ങ ഒന്ന് വെള്ളമെല്ലാം തോന്നുന്നു മൂത്ത് വരാറാകുമ്പോൾ മാത്രമേ ഞാൻ ഈ എണ്ണ ഒഴിച്ചു കൊടുത്ത് വറക്കുള്ളൂ. അല്ലെങ്കിൽ ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശവും പിന്നെ എണ്ണയെല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടൂല. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം വലിഞ്ഞിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇപ്പം താമസിച്ചുപോയി. വാപ്പാക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ വാപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. വാപ്പാക്ക് ഭയങ്കര ചുമയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം മുട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് കറി വയ്ക്കാമെന്ന് കരുതിയത്. ഇപ്പോൾ തന്നെ 12:30 മണിയായി. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് തീയൽ വയ്ക്കാമായിരുന്നു. രാവിലെ മീൻ വാങ്ങിയില്ല, അപ്പം തീയൽ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തെടുക്കട്ടെ. മൂത്ത് വരുമ്പോൾ കാണിച്ചു തരാം. തേങ്ങ ഈ പരുവത്തിന് മൂത്തിട്ടുണ്ട്. പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇതിങ്ങനെ തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുക. എണ്ണ ഒഴിക്കുന്നത് ഈ ഒരു പരുവാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചെറിയൊരു മണം വന്ന് തുടങ്ങും. തേങ്ങ വറുക്കണതിൻ്റെ ഒരു മണം വന്ന് തുടങ്ങുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് മൂത്ത് ചുമന്ന് വരും. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് വെക്കണം. ഇപ്പം സാധാരണ മുമ്പൊക്കെ പിന്നെ തേങ്ങ വറുക്കുമ്പോൾ ആദ്യമേ എണ്ണ പാനിൽ ഒഴിച്ച് എന്നിട്ടാണ് തേങ്ങ വറുത്ത് തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വറുക്കണത്. പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ എല്ലാം കൂടെ തേങ്ങാപ്പാലും എണ്ണ എല്ലാം കൂടെ കുഴന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് അത് മൂത്ത് കിട്ടും. ഇത് പെട്ടെന്നൊരു 2 മിനിറ്റേ ആയുള്ളൂ. 2-3 മിനിറ്റ് ഞാൻ വെച്ചത് ആ തേങ്ങ വറുത്ത് കിട്ടി. പിന്നെ തീയലാണെങ്കിൽ പുളി കുറച്ചേ ഇടാവും. ഒരുപാട് പുളിയായിപ്പോയാൽ തീയലിന് ഭയങ്കര പുളിപ്പായിപ്പോവും. പുളി മുന്തി നിന്നാൽ തീയലിന് രുചിയാണ്. ശകലം കൂടെ നോക്കട്ടെ. അപ്പം തേങ്ങ മൂത്ത് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാമേ. പൊടികളിട്ട് കൊടുക്കാം. മൂത്ത് ആദ്യം മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് മൂപ്പുണ്ട്. ബാക്കിയുള്ള പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു, പക്ഷെ മഞ്ഞൾപ്പൊടി കരിയില്ല. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, അതും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി, അത് 1 സ്പൂൺ മുളക് പൊടി നമുക്ക് വറുത്തെടുക്കാം. തീയൽ മീനിനേക്കാളും തീയൽ തന്നെ നല്ലത്. വല്ലപ്പോഴൊക്കെ തീയലൊക്കെ വെച്ച് വെക്കണം. എന്ന് മീൻ കൂട്ടിയാലും മടുത്തു. തീയൽ ഇന്നലെ മാങ്ങക്കറി കുഴച്ച്. അപ്പം നമുക്ക് തീയൽ വയ്ക്കാം. അപ്പം എത്ര പെട്ടെന്നാണ് തേങ്ങ വറുത്തെടുത്തത്. കണ്ട, തേങ്ങ വറുത്ത് വയ്ക്കും.
തണുക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ തീയൽ വയ്ക്കാനുള്ള കഷ്ണമാണേ. അപ്പം ഇത് കത്രിക്കയും ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. ഇത് കത്രിക ഇട്ട് തീയലാണ്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ പാത്രം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നേ. അത് കുറേയൊക്കെ അകത്ത് ഇളവി പോയപ്പോൾ ഞാനത് ചുരണ്ടി വൃത്തിയാക്കി കഴുകി എടുത്ത പാത്രമാണ്. ഓക്കെ, ഇത്രയും നല്ലൊരു പാത്രം എങ്ങനെ എടുത്ത് കഴുകിയെന്ന് പറഞ്ഞ് ഞാൻ അത് കഴുകിയെടുത്തതാണ്. വിനാഗിരിയും സോഡാപ്പൊടി നാരങ്ങനീരും ഒക്കെ ഒഴിച്ച് കുറേ നേരം വെച്ചിരുന്നിട്ട് സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കഴുകിയെടുത്ത പാത്രമാണിത്. ഇപ്പോൾ കറിയൊക്കെ വയ്ക്കാൻ കൊള്ളാം ഇതിൽ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൽ വേവിക്കാം നമുക്ക്. വെള്ളം ഒഴിച്ച് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് അത് അവിടെ നിന്ന് വേവട്ടെ. വേവുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ അരച്ചെടുക്കാം. ഇങ്ങനെ കഷ്ണം തിളച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഗ്രൈൻഡറിൽ അരയ്ക്കാനിട്ടിരിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇപ്പോൾ എല്ലാം ഗ്രൈൻഡറിലാണ് അരപ്പ്. ഒരു പുതിയ മിക്സി വാങ്ങണം. അങ്ങനെ കഷ്ണം വെന്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്ത്, നല്ലപോലെ കഷ്ണം വെന്ത് അരച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മിക്സിയിൽ അരക്കണേക്കാളും എത്രയോ നല്ല രുചിയാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ അമ്മിയിൽ അരച്ച അതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. അമ്മിയിൽ അരയ്ക്കണ അതേ ഇതാണ്, രുചിയാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പം അമ്മിയിൽ അരയ്ക്കാനും ഗ്രൈൻഡറിൽ അരയ്ക്കാനൊക്കെ പാടല്ലേ. അതുകൊണ്ട് ഞാനും ഇപ്പം മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ഗ്രൈൻഡറിൽ ആശ്രയിച്ചത്. അരപ്പിട്ട് കൊടുക്കാമേ. അതുകൊണ്ട് ഇപ്പം നല്ല കറി കൂട്ടാം. പിന്നെ മിക്സി ഇല്ലെങ്കിൽ ഇത് ജ്യൂസ് അടിക്കാനോ ഒക്കെ നമുക്ക് മിക്സി ഇല്ലെങ്കിൽ അതൊരു പാടാണ്. എന്തായാലും ഒരു മിക്സി വാങ്ങണം. അരപ്പൊഴിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീയൽ 2-3 ദിവസം ഇരിക്കും വറുത്തരച്ച് വയ്ക്കുന്ന കാരണം. തീയലൊക്കെ എത്ര ദിവസം ഇരിക്കും തോറുമാണ് അതിൻ്റെ രുചി വരുന്നത്. നല്ല തീയലാണ്, എല്ലാവരും വെച്ച് നോക്കണം. ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട. ഉള്ളി കത്തിരിക്കായാലും ഉള്ളി വെണ്ടയ്ക്കായാലും ഉള്ളി ഉരുളക്കിഴങ്ങായാലും എന്ത് ഇട്ടാണെങ്കിലും ഓക്കെ. അപ്പോൾ എനിക്ക് കത്തിരിക്ക ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയാണ് കത്തിരിക്ക ഇടാമെന്ന് കാര്യം. അത് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കേ. ഉലുവപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം തീയലിന്. ഉലുവപ്പൊടി ഇടാൻ നല്ല രുചിയാണ്. ഉലുവപ്പൊടി ഇടുമ്പോഴാണ് അതിന് തീയലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടാകും നോക്കാം. പുളിപ്പുണ്ട്, ഉപ്പ് കുറച്ച് കുറവാണ്. ഇപ്പോൾ കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്. അടച്ച് വയ്ക്കും. അതവിടെ നിന്ന് വേവട്ടെ. അങ്ങനെ കറി തിളക്കുകയാണ്. ഈ കറിയാണെങ്കിൽ അപ്പത്തിന് നമുക്ക് പലഹാരങ്ങൾക്ക് കഴിക്കാൻ നല്ല കറിയാണ്. പ്രത്യേകിച്ച് വേറൊരു കറിയും ഇല്ലെങ്കിലും ഈ കറി ഒഴിച്ച് നമുക്ക് ഏത് പലഹാരം വേണമെങ്കിലും കഴിക്കാം. നല്ല ഉപ്പും എല്ലാം കറക്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഇതുപോലെ കറി വെച്ച് നോക്കണേ. എല്ലാം കറക്റ്റ്, നല്ല രുചിയുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം ഇടൂല. ഞാൻ ഒരു നുള്ളി പെരിഞ്ജീരകം കൂടെ ഇട്ടാണ്
തീയൽ വയ്ക്കണം. ചിലർ പുളി മാത്രം, പുളിയും ഉള്ളിയും തേങ്ങയും കൂടെ മാത്രം വറുത്തരച്ച് തീയൽ വയ്ക്കാറുണ്ട്. ഞാൻ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർക്കും. പെരിഞ്ജീരകം കൂടെ ചേർക്കുമ്പോൾ നല്ല മണവും ആ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും ഈ കറിയിൽ വരാറുണ്ട്. പല നാട്ടിലും പല രീതിയിലാണ് തീയലുകൾ വയ്ക്കുന്നത്. ഒരു നാട്ടിൽ തന്നെ പല രീതിയിൽ വയ്ക്കുന്നവരും ഉണ്ട്. പിന്നെ ഞാൻ ഈ രീതിയിലാണ് വയ്ക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലല്ലെങ്കിൽ ഒന്ന് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ തീയൽ. അപ്പം കറി തിളച്ച് പറ്റി നമുക്ക് ഇതങ്ങ് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തൊഴിക്കാം. ചട്ടി വെച്ചു. താളിച്ചും കൂടെ ഒഴിക്കണം. താളിച്ചും കൂടെ ഒഴിച്ചാലേ കുറച്ചും കൂടെ രുചി ഉണ്ടാവുന്നത്. ചിലർ താളിക്കാതെ വെക്കണവരും ഉണ്ട്. ഞാൻ താളിച്ചിട്ടാണ് വയ്ക്കാറ്. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി. നമ്മൾ വാർത്തപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നെല്ല് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നെറ്റി ഓഫാക്കാൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടുക് തളിച്ചൊഴിച്ച് കറി ഉണ്ടാകും. കാണാൻ തന്നെ എന്തോ ഒരു ചേല. അങ്ങനെ കറിയൊക്കെ വെച്ച് നമുക്ക് ഉച്ചയൂണിന് എന്തൊക്കെയാണ് നോക്കാം. ഇന്ന് ഞാൻ അടുപ്പിലാണ് ചോറ് വെച്ചത്. അതുകൊണ്ട് കാലം കറുകറായിരിക്കുക. ഗ്യാസിന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കട്ടായി പോകുന്നു. അപ്പം ഗ്യാസ് കുറ്റിയിൽ നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചോറ് അടുപ്പിൽ വയ്ക്കാമെന്ന് കരുതി. ഇന്ന് അടുപ്പിലാണ് ചോറ് വെച്ചത്. ചോറ്, തീയൽ, ചീരത്തോരൻ. ഇത് ഇന്നലത്തെ മാങ്ങാക്കറിയാണേ. അപ്പം ഇന്ന് ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ, കമൻറ്റും ചെയ്യണേ. താങ്ക് യു.